ഞാനൊരു ഹൗസ് വൈഫാണ്. എനിക്കൊരു മോനുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കൊച്ചു ഫാമിലിയാണ്. അപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എനിക്കിവിടെ ഒരു മിസ്സ് കിട്ടി, പാർവതി മിസ്. മാം എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. മാം ഒറ്റൊരാൾ കാരണമാണ് ഇന്ന് ഈ പോയി സെറിമണിയിൽ പങ്കെടുക്കുവാണ്. ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാനും കാരണം മാം ഒറ്റൊരാളാണ്. എൻ്റെ പേര് ഉത്ര. ഞാൻ IDC ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ +2 മാത്രമാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. എനിക്ക് ലൈഫിലൊരു വലിയ ബ്രേക്ക് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് അടുത്ത സ്റ്റേജ് എന്ത് ചെയ്യണമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് സജഷൻ തന്നത് ട്രാൻസോസ് അക്കാഡമിയിൽ പോകാനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് ഒരു കരിയറിലൊരു ലൈഫ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഡൗട്ടായിരുന്നു. ഞാൻ വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും പോലെ ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ലൈഫ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു. പിന്നെ എന്നെക്കൊണ്ട് പറ്റുമോ പറ്റത്തില്ലേ, ഞാനൊരു ഹൗസ് വൈഫാണ്. എനിക്കൊരു മോനുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കൊച്ചു ഫാമിലിയാണ്. അപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എനിക്കിവിടെ ഒരു മിസ്സ് കിട്ടി, പാർവതി മിസ്. മാം എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. മാം ഒറ്റൊരാൾ കാരണമാണ് ഇന്ന് ഈ പോയി സെറിമണിയിൽ പങ്കെടുക്കുവാണ്. ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാനും കാരണം മാം ഒറ്റൊരാളാണ്. എനിക്ക് ഇവിടുത്തെ മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആ ഒരു സപ്പോർട്ടിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്കിന്ന് ഇവിടെ ഇരിക്കാനുള്ള ആ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. സോ ഭയങ്കരമായിട്ടൊരു താങ്ക്സ് ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സാറുണ്ടായിരുന്നു. സാറും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എല്ലാ മെമ്പേഴ്സും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇൻഡിവിജ്വലി എന്നല്ല, എല്ലാ മെമ്പേഴ്സും ഒരു ഫാമിലി പോലായിരുന്നു ഞങ്ങളിവിടെ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഒരു വിഷമമുണ്ട്, ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷൻ്റെ അടുത്തും ഉറപ്പായിട്ട് എനിക്ക് അറിയാവുന്നുള്ളടത്ത് ഞാൻ പറയും, ട്രാൻസോസ് ഇസ് വെരി ബെസ്റ്റ് അക്കാഡമി ഹോസ്പിറ്റലിൻ്റെ മെഡിക്കലിൻ്റെ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് അക്കാഡമിയാണെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും. ട്രാൻസോസ് സൊല്യൂഷൻ ഉറപ്പായിട്ടും ഞാൻ പറയും സാർ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുവാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റലായ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ കഴിയാറായി. സോ അതിനൊരു താങ്ക്സ് ആയിട്ട് പറയേണ്ടത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. കുട്ടി ഇവിടെ പഠിച്ച് പാസ് ഔട്ടായി ഇപ്പോൾ ഒരു നല്ല പ്ലേസ്മെൻറ്റിൽ ഇരിക്കുവാണ്. അവൾക്കും ഞാനൊരു താങ്ക് യു പറയുന്നു. സോ താങ്ക്സ്.